കഴിഞ്ഞ ദിവസവും നമ്മുടെ ഏറ്റവും വലിയ ഒരു ബ്രേക്കിംഗ് ന്യൂസ് തന്നെയായിരുന്നു ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയ സംഭവം. ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റിയിരിക്കുകയാണ്. അജിത് കുമാറിനെ ബറ്റാലിയൻ ADGP സ്ഥാനത്തേക്കാണ് മാറ്റിയത്. മനോജ് എബ്രഹാമിനാണ് ക്രമസമാധാന ചുമതല. വിനീഷ് ഉണ്ട് വിവരങ്ങളുമായി. വിനീഷ, ഇന്നലെ തന്നെ അർദ്ധരാത്രിയിൽ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലേക്ക് ചർച്ചയുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. മുഖ്യമന്ത്രി മടങ്ങിയതിനു ശേഷം തന്നെ ഉടൻ തന്നെ ഉത്തരവ് പുറത്തേക്ക് വരുന്നു. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി എന്ന് പറയുന്ന ഉത്തരവ് വരുന്നു. അതിന് പിന്നാലെ മനോജ് എബ്രഹാമിനാണ് പുതുതായി ക്രമസമാധാന ചുമതല നൽകിയിരിക്കുന്നത് എന്നൊരു ഉത്തരവും കൂടി വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിന് മേലുള്ള CPIയുടെ സമ്മർദ്ദം, RJDയുടെ സമ്മർദ്ദം, ഈ രണ്ട് സമ്മർദ്ദമാണ് ഘടകകക്ഷിക്കുള്ളിൽ നിന്ന് CPMന് നേരിടേണ്ടി വന്നത്. ഈ സാഹചര്യത്തിലാണ് ഇത്തരം നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം തന്നെ തത്വത്തിൽ ഒരു ട്രാൻസ്ഫർ എന്ന് മാത്രമേ ADGPക്കെതിരായ ആ ഒരു നടപടിയെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. കാരണം ബറ്റാലിയന്റെ അഡീഷണൽ ചുമതല നേരത്തെ തന്നെ ADGP MR അജിത് കുമാറിന് ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ അത് മാത്രം ഫോക്കസ് ചെയ്യേണ്ട അടിസ്ഥാനത്തിലേക്ക് അഡീഷണൽ ചുമതലയിൽ നിന്ന് മാറ്റി പൂർണ്ണ ചുമതല നൽകി എന്ന് മാത്രമാണ് നമുക്കതിനെ വിലയിരുത്താൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് നിയമസഭാ സമ്മേളനം ചേരുന്നതിന് മുൻപായി CPIയിൽ നിന്ന് വിമർശനങ്ങൾ ശക്തമായി തന്നെ MR അജിത് കുമാറിനെതിരെ ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇടതുമുന്നണി യോഗത്തിലും ശക്തമായ നിലപാട് MR അജിത് കുമാറിനെതിരെ എടുക്കുന്ന ഒരു സാഹചര്യം, CPI നിലപാടെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സമാനമായ രീതിയിൽ RJD MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന നിർദ്ദേശം CPIയും RJDയും പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഒരു ഘട്ടത്തിലാണ് തൽക്കാലത്തേക്ക് മുഖം രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി MR അജിത് കുമാറിനെ നേരത്തെ അഡീഷണൽ ചുമതലയായിരുന്നു ബറ്റാലിയൻ ഉണ്ടായിരുന്നെങ്കിൽ അത് സ്ഥിരം ചുമതലയായി മാറ്റിയിരിക്കുന്നു എന്നതിനപ്പുറം മറ്റൊരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിട്ടില്ല എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഇന്ന് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ടു മുന്നോടിയായി എന്തായിരുന്നാലും നിലവിൽ CPIക്കെങ്കിലും തങ്ങളുടെ മാനം രക്ഷിക്കാനായിട്ടുള്ള ഒരു അവസരം സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ ഒരുക്കി കൊടുത്തു എന്നതാണ് നമുക്ക് ഈ ഒരു വിഷയത്തിൽ വിലയിരുത്താൻ സാധിക്കുന്നത്. രാഷ്ട്രീയമായുള്ള ഒരു ഇടപെടൽ, CPIയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ ഈ ഒരു വിഷയത്തിലുണ്ടായി. അത് വിജയിച്ചിരിക്കുന്നു എന്ന് CPIക്ക് ആശ്വസിക്കാം എന്നതിനപ്പുറം ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ കടന്നോ എന്നത് കാര്യത്തിൽ സംശയങ്ങളുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രമസമാധാന ചുമതലയും ഒപ്പം തന്നെ ബറ്റാലിയന്റെ അഡീഷണൽ ചുമതലയുമായിരുന്നു നേരത്തെ ADGP MR അജിത് കുമാറിന് ഉണ്ടായിരുന്നതെങ്കിൽ അത് പൂർണ്ണ ചുമതലയായി, അഡീഷണൽ ചുമതല മാറ്റി അത് പൂർണ്ണ ചുമതലയായി നൽകിയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇനി മറ്റു അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫറുകളെയോ അദ്ദേഹത്തിൻ്റെ പ്രൊമോഷനുകളെ അത് ബാധിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല. ഒരു സാധാരണ ട്രാൻസ്ഫറായി മാത്രമാണ് നമുക്ക് ഈ MR അജിത് കുമാറിനെതിരെ ഉയർന്ന നടപടിയെ വിലയിരുത്താൻ സാധിക്കുക. എന്തായിരുന്നാലും ഈ കാര്യങ്ങൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തി എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഇന്ന് പ്രതിപക്ഷത്ത് നിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ, സഭയിൽ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ സർക്കാർ പിടിച്ചു നിൽക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയതോടുകൂടി തൽക്കാലത്തേക്കെങ്കിലും CPIയുടെ വാവ് മൂടിക്കെട്ടാൻ സാധിച്ചു, RJDയുടെ വാവ് മൂടിക്കെട്ടാൻ സാധിച്ചു എന്നത് മാത്രമാണ് ഈ വിഷയത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. അത് തന്നെയാണ്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റിയിരിക്കുകയാണ്. അജിത് കുമാറിനെ ബറ്റാലിയൻ ADGP സ്ഥാനത്തേക്കാണ് മാറ്റിയത്. മനോജ് എബ്രഹാമിന് ക്രമസമാധാന ചുമതല നൽകുമ്പോഴും വിനീഷ് പറഞ്ഞു വെക്കുന്നത് ഒരു പുതിയ അധികാരം എടുത്തു മാറ്റി നിലവിലുള്ള അധികാരത്തിൽ തന്നെ ADGP MR അജിത് കുമാറിനെ നിലനിർത്തി എന്ന് തന്നെയാണ്. ഒരു സെക്ഷൻ കൂടി കൊടുത്തു എന്നുള്ള തരത്തിൽ മാത്രമേ ഉള്ളൂ. എന്തായാലും വിവാദങ്ങൾക്കൊരു താൽക്കാലിക വിരാമമിടാനുള്ള ശ്രമമാണ്. ഒപ്പം CPIയുടെ സമ്മർദ്ദവും ഉണ്ട്.